സമരവീര്യവും പോരാട്ടവും സമം ചേർന്ന രണ്ടക്ഷരം VS ഇനി അനരാത്രി സമരസൂര്യനായി മനുഷ്യ മനസ്സുകളിൽ ജ്വലിച്ചു നിൽക്കും. സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര സ്റ്റാച്യു ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. നൂറുകണക്കിന് മനുഷ്യരാണ് റോഡിന് ഇരുവശവും തടിച്ചുകൂടി നിൽക്കുന്നത്. VS അച്യുതാനന്ദനെ ഒന്നുകൂടി കാണുക, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുക, ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുള്ള മുദ്രാവാക്യം ചൊല്ലുക എന്നൊരൊറ്റ കാര്യം, എന്നൊരൊറ്റ ആഗ്രഹം കൂടി ബാക്കി വെച്ചുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. ആ വിലാപയാത്ര കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അക്ഷയ ദാമോദരൻ നമ്മളോടൊപ്പമുണ്ട്. പക്ഷേ എത്രത്തോളം വികാരനിർഭരമായ യാത്രയായപ്പോൾ അതിവൈകാരിക കാഴ്ച, ഒരു പക്ഷേ ഇനി നമുക്കൊരിക്കലും കാണാൻ പറ്റാത്തൊരു കാഴ്ച. ആ കാഴ്ചയ്ക്കാണ് നമ്മളൊക്കെയും കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നതെന്ന് പറയാം. സഖാവ് VS അച്യുതാനന്ദന് തിരുവനന്തപുരം വിട ചൊല്ലുകയാണ്. ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരമേൽക്കുന്ന സമയത്താണ് VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പിന്നീട് VS എന്ന ചുരുക്കപ്പേരിലേക്ക് VS എത്തിയ കാലഘട്ടം അത്രയും അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്തിന്റെ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിന്റെയും മണ്ണിൽ നിന്നും VS വിടവാങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന തലത്തിലേക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, നമ്മുടെ സംവിധാനങ്ങളൊക്കെ എത്തിയതിൽ അത്രമേൽ പങ്കുവഹിച്ച സഖാവ് VS മുൻ മുഖ്യമന്ത്രിയുടെ യാത്രയപ്പ് ചടങ്ങാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ഠമിടറിക്കൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സഖാക്കൾ, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ യാത്രയപ്പ് നൽകുകയാണ്. വളരെ പതിയെയാണ് ഈ വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും VSനെ കാണാനുള്ള അവസരം ഒരുക്കും, അതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എല്ലാവരും അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് അവസാനമായി ഒരു കാലഘട്ടത്തിലും VSന്റെ കാലഘട്ടം തന്നെ നമുക്കറിയാം. അതായത് 8.5 പതിറ്റാണ്ട്, 80 വർഷത്തിലധികം ഒരാൾ രാഷ്ട്രീയത്തിൽ പൊതുജീവിതത്തിൽ ശോഭിച്ചു നിൽക്കുക, അതിൽ സജീവമായിരിക്കുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമായിട്ട് സംഭവിക്കുന്നതാണ്. അതാണ് VSന്റെ ജീവിതം, അതാണ് VSന്റെ VSന് വേണ്ടി ഒരിക്കൽ കൂടി ആൾക്കൂട്ടം തെരുവിലിറങ്ങുകയാണ്. പാർലമെന്ററി പാർട്ടി രാഷ്ട്രീയത്തിൽ VS പാർട്ടിയുടെ ചിഹ്നത്തിൽ ഇനി മത്സരരംഗത്ത് വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ട സമയങ്ങളേറെയായിരുന്നു. അനിതര സാധാരണമായ, അസാധാരണമായ ഉറച്ച ബോധ്യത്തോടുകൂടി VS ഉണ്ടാകണം എന്ന ആവശ്യവുമായി ജനം, പാർട്ടി പ്രവർത്തകർ എന്നതുപോലും പറയാൻ കഴിയില്ല, ജനം തെരുവിലിറങ്ങിയ കാഴ്ചകൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം സാക്ഷിയായിട്ടുണ്ടെങ്കിൽ VS കേരളത്തിന് ആരാണ് എന്നത് സംബന്ധിച്ച് മറ്റൊരു രാഷ്ട്രീയക്കാരനും മറ്റൊരു നേതാവിനും അവകാശപ്പെടാനില്ലാത്ത ചരിത്രമാണ് ഇത്. VS മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങിയിട്ടുണ്ട്. ആ ജനം അതേ ആർജവത്തോടു കൂടി VS ഞങ്ങളുടേതാണ് അന്നും ഇന്നും എന്ന് വീണ്ടും വിളിച്ചു പറയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. മരിക്കുന്നില്ല, ഇല്ലാതാകുന്നില്ല, ഓർമ്മയിൽ എന്നും ജീവിക്കും. ഞങ്ങളുടെ ചോരയിലൂടെ, ഞങ്ങളുടെ ഓർമ്മകളിലൂടെ, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിലൂടെ, നിങ്ങൾ നയിച്ച പോരാട്ടങ്ങളിലൂടെ, ഞങ്ങളിലൂടെ ജീവിക്കും എന്ന് പറയും.